മനസ്സിലാക്കാൻ നോക്കിയിട്ട് ഈ എങ്ങനെ ലജ്ജ വേണം. ആദരവായ പ്രവാചകൻ മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം സഹാബത്തിനോട് പറയുകയാ, തന്റെ റിസാലത്തിന്റെ പുഞ്ചപ്പകപ്പും ചൂടിലും നടന്നു വീടുന്നതുകളെ പറക്കിയെടുക്കുക. ചിന്തയോടെ പ്രതീക്ഷയോടെ വിശ്വാസയോടെ കടന്നു വന്ന സഹാബത്തിനോട് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാ, ഇസ്തഹിയോ മിനല്ലാഹ് ഹഖദ ഹയാ. അല്ലയോ സഹാബത്ത്, നിങ്ങൾ അല്ലാഹുവിന്റെ വിഷയത്തിൽ ലജ്ജയുള്ളവരാകണേ. എങ്ങനെ ലജ്ജയുണ്ടോ, എങ്ങനെ ലജ്ജ കാണിക്കണോ, ആ രൂപത്തിനോ ആ കോലത്തിനോ നിങ്ങൾ ലജ്ജയുള്ളവരാകണേ. ആ സമയത്താണ് സഹാബത്ത് പറഞ്ഞു, നബിയേ, ഞങ്ങൾ ലജ്ജയുള്ളവരാണല്ലോ, ഞങ്ങൾ നാണമുള്ളവരാണല്ലോ, ഞങ്ങൾ പവിത്രതയുള്ളവരാണല്ലോ, ഞങ്ങൾ ചാരിത്രം സംരക്ഷിക്കുന്നവരാണല്ലോ, ഞങ്ങൾക്ക് ലജ്ജയുണ്ട് നബിയേ, ഞങ്ങൾക്ക് നാണമുണ്ട് നബിയേ. ആ സമയത്താണ് റസൂലുള്ള പറഞ്ഞത്, ഞാൻ പറഞ്ഞതല്ല മക്കളെ, ഞാൻ പറഞ്ഞതല്ല, നിങ്ങളുടെ ഔറത്ത് വളച്ചിട്ടുണ്ടെന്നാണ്, നിങ്ങളുടെ ശരീരം വളച്ചിട്ടുണ്ടെന്നാണ്, നിങ്ങൾ ചാരിത്രം സംരക്ഷിക്കുന്നവരെന്നാണ്, നിങ്ങളെല്ലാവരും തന്റെ നന്മയായ ജീവിതം നയിക്കുന്നവരെന്നാണ്. പക്ഷേ ഞാൻ ഉദ്ദേശിച്ചതല്ല. എങ്ങനെയാണോ ലജ്ജ കാണിക്കേണ്ടത്, ആ കോലത്തിലാണ് ലജ്ജ കാണിക്കേണ്ടത് എന്ന് പറഞ്ഞിട്ട് അല്ലാഹുവിന്റെ റസൂൽ നാല് കാര്യങ്ങൾ പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, അല്ലാഹുവുമായിട്ടുള്ള ഇടപാടുകളെ ലജ്ജ വേണം. പ്രിയപ്പെട്ടവര്, അതിന് നാല് കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത്. ചുരുങ്ങിയ വാക്കുകൾ ഞാൻ നിങ്ങളോട് പറയുകയാണ്. പടച്ചവനോടുമായി ബന്ധപ്പെട്ട ലജ്ജയാണ് പറയുന്നത്. പടപ്പിനോടുള്ള ലജ്ജ നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ പറയാം. അല്ലാഹുവുമായി ബന്ധപ്പെട്ട ലജ്ജയാണോ എന്റെ സഹോദരങ്ങളെ, നാല് കാര്യങ്ങൾ ഗൗനിക്കുന്ന മേഖലയാ. നിങ്ങൾ പറയുകയാണ്, وتحفظ الرجل وما حوى ولتذكر الموت والبلا ومن أراد الآخرة ترك زينة الدنيا. നാല് കാര്യങ്ങളാണ് ചെയ്യേണ്ടത്. അതിൽ ഒന്നാമത്തെ തലയിമല്ല ചുറ്റുമുള്ള ശരീരത്തിന്റെ അവയവങ്ങളെ സൂക്ഷിക്കലാണ്. പൊന്നുപോലെ റബ്ബിന്റെ അനുഗ്രഹങ്ങൾ ആവോളം ആസ്വദിച്ചുകൊണ്ട് അല്ലാഹുവിനോട് ലജ്ജയില്ലാത്ത നന്ദികേട് കാണിക്കുമ്പോ മുട്ടായ വിലങ്ങൾ പറയുകയാണ്, അല്ലാഹുവിനോട് ലജ്ജ കാണിക്കേണ്ടത് തല ചുറ്റപ്പെട്ട അവയവങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ വിഷയത്തിന് സൂക്ഷ്മതയുണ്ടാകണേ. പൊന്നുപോലെ ഒന്നാമത്തെ സംഗതിയാണ് തലയും തല ഉള്ളകൊള്ളുന്ന വസ്തുക്കളും അല്ലാഹുവിനെ സൂക്ഷിക്കണം. അതേതൊക്കെയാണ്? പഞ്ചേന്ദ്രിയങ്ങളിൽ കണ്ടറിവ്, തൊട്ടറിവ്, കേട്ടറിവ്, മണത്തറിവ്, രുചിച്ചറിവ്, 5 ഇന്ദ്രിയങ്ങളാണ് നമുക്കുള്ളത്. പഞ്ചേന്ദ്രിയങ്ങൾ അല്ലേ? കണ്ടറിയാം, കേട്ടറിയാം, തൊട്ടറിയാം, രുചിച്ചറിയാം, മണത്തറിയാം. ഇതില് 4 ഇന്ദ്രിയങ്ങളും തലയിൽ. ഒന്ന് ശ്രദ്ധിക്കണം. 4 ഇന്ദ്രിയങ്ങളും തലയിലാണ്. കണ്ടറിവ് കണ്ണും തലയിലല്ലേ, കേട്ടറിവ് കാത് തലയിലാണ്, മണത്തറിവ് മൂക്ക് തലയിലാണ്, അതുപോലെ രുചിച്ചറിവ് അത് നമ്മുടെ നാവ് നമ്മുടെ തലയിലാണ്. ഈ 4 ഇന്ദ്രിയങ്ങളും നമ്മുടെ തലയുമായി ബന്ധപ്പെട്ട് കിടക്കുമ്പോൾ ഒന്നാമതായി ശ്രദ്ധിക്കാറുള്ളത് തലയും അതുമായി ബന്ധപ്പെട്ടതിനെയും നിങ്ങൾ സൂക്ഷിക്കണേ. അല്ലാഹു കാണാൻ മാത്രം കാണണേ, അല്ല കേൾക്കാൻ മാത്രം കേൾക്കണേ, അല്ല മണ്ടാൻ മാത്രം മിണ്ടണേ, അല്ലാഹു മണത്ത് നോക്കാൻ മാത്രം മണത്ത് നോക്കണേ. എന്റെ ചെറുപ്പക്കാരാ, പിന്നെ ചിന്തിക്കണേ സഹോദര, അല്ലാഹു നമുക്ക് തന്ന അവയവമുണ്ടല്ലോ, കാണാനും കേൾക്കാനും രുചിക്കാനും മണക്കാനുമുള്ള കഴിവല്ല തരുമ്പോ ഇതെല്ലാം പടച്ചവൻ ഇഷ്ടപ്പെടുന്ന ഭാഗത്തേക്ക് തിരിക്കണേ. രണ്ടാമത് അല്ലാഹുവിന്റെ റസൂൽ പറയുകയാണ്, വയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലാഹു സൂക്ഷിക്കുക. വയറുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അല്ലാഹു സൂക്ഷിക്കണം. ലജ്ജ എന്ന് പറയുമ്പോൾ തുണി നാണം മറയ്ക്കുന്നത് മാത്രമല്ല, ഔറത്ത് മറയ്ക്കുന്ന കാര്യം മാത്രമല്ല. അല്ലാഹുവിന്റെ റസൂൽ പറയുന്നത് നിങ്ങൾ നോക്ക് എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, നമുക്കൊരു തെറ്റ് ചെയ്യുമ്പോൾ എന്താ അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞത്? റസൂൽ പറഞ്ഞ ഒരു തിന്മ നമ്മൾ ചെയ്യുമ്പോ മുൻകാമികായ പണ്ഡിത മഹത്തുക്കൾ പഠിപ്പിക്കുന്നത് ഒരു കാര്യം നമ്മൾ ചെയ്യാനൊരുങ്ങുമ്പോൾ, ഇപ്പൊ ഏത് തെറ്റുമാകട്ടെ, ഏത് തിന്മയുമാകട്ടെ,
വിശദീകരിക്കാൻ ഉദാഹരണം പറയാനുള്ള സമയമില്ല. ഒരു തിന്മ നമ്മൾ ചെയ്യുമ്പോൾ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് ആകാശത്തേക്ക് നോക്കണമെന്നാണ് ഉലമാക്കൾ പഠിപ്പിക്കുക. ആകാശത്തിലേക്ക് നോക്കുക. അവിടെ ഉണ്ടല്ലോ അല്ലാഹുവിന്റെ മലക്കുകൾ. അവരിലേക്ക് നോക്കിയിട്ട് നമുക്ക് ലജ്ജയുണ്ടാകണം. എന്നതിന് ശേഷം ഭൂമിയിലേക്ക് നോക്കണം, ജനങ്ങളിലേക്ക് നോക്കണം. എന്നിട്ട് നമുക്ക് ലജ്ജയുണ്ടാകണം. ആകാശത്തിലേക്ക് നോക്കിയിട്ട് ലജ്ജയില്ല, ഭൂമിയിലേക്ക് നോക്കിയിട്ട് ലജ്ജയില്ല എങ്കിൽ എന്നിട്ടും നീ ആ തിന്മ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ മഹാന്മാരായ പണ്ഡിതന്മാരെ പറയുകയാണ്, മൃഗതുല്യനാണ്, പെണ്ണിന് പോലെ മൃഗതുല്യനാണ്. പോകുന്നവനെ പലിശ പോകുന്നവനെ ആദ്യമീയാതിന്മ ചെയ്യാറുണ്ടല്ലോ. ആകാശത്തിലുള്ളവരെ പറ്റി നമ്മൾ ചിന്തിക്കണേ. ആ മാലാഖമാര് കണ്ടുകൊണ്ടിരിക്കുകയാണ്, ആ മാലാഖമാര് കേട്ടുകൊണ്ടിരിക്കുകയാ. രണ്ടാമത് ഭൂമിലോകത്തുള്ള നിന്റെ കൂടെ പുറപ്പുകളെ ചിന്തിക്കണേ. ഇതിലേക്ക് നിനക്ക് നോക്കാൻ കഴിയുന്നില്ല. നീ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിന്റെ പേര് മനുഷ്യനെന്നല്ല, നിന്റെ പേര് മനുഷ്യനെന്നല്ല. നിന്റെ എണ്ണം ആ മാലാഖമാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമ്പോൾ, നിന്റെ മനുഷ്യരായ കൂട്ടുകാരുടെ കൂട്ടത്തിൽ ഉൾപ്പെടുമ്പോൾ ഇതെല്ലാം അവരെ അവഗണിച്ചുകൊണ്ട് തിന്മ ചെയ്യാൻ തീരുമാനിച്ചു കഴിഞ്ഞാൽ നിന്നെ ആരുടെ കൂട്ടത്തിലാണ് മഹാന്മാർ ഉൾപ്പെടുത്തിയിട്ടുള്ളതെന്നറിയോ? മൃഗതുല്യനായ ജീവിതമാണ് മനക്കുള്ളത്, മൃഗതുല്യനായ ജീവിതമാണ് മനക്കുള്ളത്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ തിന്മകൾ ചെയ്യുമ്പോ അനുഗ്രഹങ്ങളാണ് അതാവോളം ആശ്രയിച്ചുകൊണ്ട്, അനുഗ്രഹങ്ങൾ ആവോളം ആശ്രയിച്ചുകൊണ്ട് നന്ദികേട് കാണിച്ചുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ ഞാൻ നിങ്ങളെ കാതോണികളായി ജീവിക്കുമ്പോ അള്ളാഹു ഭക്ഷണം കഴിച്ചു അവൻ തന്ന എല്ലാ സംവിധാനങ്ങളും ഉപയോഗിച്ചുകൊണ്ട് അവനെതിരെ കാലത്തോടെ പിരിയുമ്പോ പ്രിയപ്പെട്ടവരെ മലായികത്തിന് നമ്മൾ മറന്നുപോയി, മനുഷ്യരെ നമ്മൾ മറന്നുപോയി. എന്നെയും നിങ്ങളെയും കാലികളുടെ കൂട്ടത്തിലാണ് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. അതുകൊണ്ടാണ് വിശുദ്ധമായ ഖുർആൻ പറഞ്ഞു, കണ്ണുകൊടുത്തിട്ട് കാണേണ്ടത് കാണുന്നില്ല, കാതുകൊടുത്തിട്ട് പാട്ട് കേൾക്കാൻ വരുന്നില്ല, കാതുകൊടുത്തപ്പോഴോ ചെവി കൊണ്ടിട്ടപ്പോഴോ നീ സിനിമാ ഗാനങ്ങളാണ് കേട്ടിട്ടുള്ളത്. നിനക്കല്ലാഹു നല്ല ചെവി തന്നപ്പോൾ കാണുന്നപ്പോ നീ കേട്ടത് ആൽബത്തിന്റെ പാട്ടുകളാണ്, സിനിമാ പാട്ടുകളാണ്, മിമിക്രിയുടെ ഗാനങ്ങളാണ്. എല്ലാ വിശ്വവിധികളുടെ പ്രവർത്തനം നീ കേട്ടുപോയെങ്കിൽ അള്ളാന്റെ ഖുർആൻ കേൾക്കാൻ പോലെ നിനക്ക് മനസ്സിലെങ്കിൽ നിനക്കല്ലാഹു കണ്ടു തരുമ്പോ ആ കണ്ടുകൊണ്ട് കാണേണ്ടത് കാണാതെ അള്ളാഹു തന്ന അനുഗ്രഹങ്ങൾ ആസ്വദിച്ചുകൊണ്ട് അവനെ ഹറാമാക്കിയ സിനിമകളും സീരിയലുകളും കാണുന്നവരെ, അതുപോലെ ഗോപാലിപ്പണങ്ങളെ കാണുന്നവരെ അള്ളാഹു തന്നതായ ചിന്താശേഷി കൊണ്ട് ചിന്തിക്കേണ്ടത് മാത്രം ചിന്തിക്കാതെ അള്ളാഹു തന്ന ചിന്താശേഷി കൊണ്ട് മുഴുവൻ എന്റെ മനസ്സിന്റെ ലോകത്തോട്ട് ഓടി കഴിഞ്ഞ അള്ളാഹുവിന്റെ പരിശുദ്ധ ഖുർആൻ പറഞ്ഞതെന്താ? അള്ളാഹുവിന്റെ മലക്കുകളെ ഗൗനിക്കാത്തവനെ, മനുഷ്യരുടെ മുന്നിലേക്കൊന്ന് ചെന്ന് നോക്കാത്തവനെ നിന്നെ അള്ളാഹു ഉൾപ്പെടുത്തിയതും എവിടെയാണെന്നറിയോ? അവനെ ആൾക്കാരുകളെ പോലെയാണ്. അതിനെക്കാളും നിന്നെക്കാളും നികൃഷ്ടനാണ്, നീചനാണ് എന്ന് അള്ളാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞെങ്കിൽ പ്രിയപ്പെട്ടവരെ റബ്ബിനോട് നെഞ്ച് കാണിക്കേണ്ട ഒന്നാമത്തെ രീതിയേതാ? തലയിൽ ബന്ധപ്പെട്ട് കിടക്കുന്ന കണ്ണ്, കാത്, നാക്ക്, മൂക്ക് പോലുള്ള അവയവങ്ങളിലൂടെയും അള്ളാഹുവിന്റെ ഗുണമല്ലാതെ മറ്റൊന്നും നീ ചെയ്യാൻ പാടില്ല, ഒന്നും ചെയ്യാൻ പാടില്ല. അള്ളാഹു കണ്ടുതന്നല്ലോ. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ഒരു നിമിഷം നമ്മളൊന്ന് ചിന്തിക്കണം. ഈ 6 മാസം പ്രായമുള്ള കുഞ്ഞിന് പോലും കണ്ണിന് ക്യാൻസർ ബാധിച്ചിട്ട് കണ്ണ് റിമൂവ് ചെയ്യണമെന്ന് പറയുന്ന കാലഘട്ടത്തിലേക്ക് ഞാനും എത്തപ്പെടുമ്പോ അള്ളാഹു തന്ന മനോഹരമായ ഞാൻ അവർക്ക് 2 ലൈനുകൾ കൊടുത്തില്ലയോ എന്ന് അള്ളാഹു ആവേശത്തോടെ വിശുദ്ധ ഖുർആനിലൂടെ എടുത്തു പറഞ്ഞ അനുഗ്രഹങ്ങളും മറന്നിട്ട് അവൻ ഇഷ്ടപ്പെടാത്ത സംഗതികൾ ചെയ്യുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം എന്റെ പ്രിയപ്പെട്ടവരെ മൃഗമല്ലാതെ മനുഷ്യനെന്ന് പറയാൻ പറ്റുമോ? കേൾക്കണം. പാട്ട് കേൾക്കാൻ നമുക്ക് രസം വരും, പക്ഷെ ഖുർആൻ കേൾക്കാൻ നമുക്ക് രസമില്ല. ഇല്ലേ? 2 മണിക്കൂർ സിനിമ 2.5 മണിക്കൂറാകട്ടെ എന്ന് കുതിക്കും, പക്ഷേ പക്ഷിപാൽക്ക് നീണ്ടുപോയാലോ നമുക്ക് സഹിക്കൂല. അതിന്റെ പ്രിയപ്പെട്ടവരെ ഇന്ന് നമ്മെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേൾക്കാൻ ഇഷ്ടപ്പെടുന്നത് നമുക്ക് കേൾക്കുന്നതിന് മടിയില്ല. വളർന്നു ഞാൻ ചോദിച്ചാണ്, ഞാൻ അത്ഭുതപ്പെട്ടു പോവാണ്. ചില കൂടുതൽ ആളുകളെ ഉള്ളൂ.
ഇന്നലെ കാര്യം പ്രസംഗിക്കാൻ വേണ്ടി ഇതൊക്കെ ശരിയാണെങ്കിൽ പോലും എന്റെ മനസ്സിലുണ്ട്, എന്റെ മനസ്സിൽ എനിക്കതുണ്ട്. എനിക്കിപ്പോ ഷാജാനോട് ചോദിക്കാൻ പറ്റൂല, മറ്റുള്ള കമ്മിറ്റിയോട് ചോദിക്കാൻ പറ്റൂല. പക്ഷെ എനിക്ക് നിങ്ങളോട് ചോദിക്കാം. ചിലപ്പൂർ എന്ന് പറയുന്ന പ്രദേശ ആളുകളല്ലല്ലോ. കാരണം ഞാൻ ജാമിയ മൈനാരിയിൽ പഠിക്കുമ്പോഴും ഇതിന്റെ പരിസരങ്ങളിൽ ഒരുപാട് സ്ഥലങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്, ഒരുപാട് ഭാഗങ്ങളിൽ ഞാൻ പ്രസംഗിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ അന്ന് നല്ല ജനക്കൂട്ടമുണ്ടായിരുന്നു. പക്ഷേ കഴിഞ്ഞ വർഷങ്ങളിലൊക്കെ നല്ല ആൾക്കൂട്ടമായിരുന്നു നമ്മുടെ ഈ സദസ്സിൽ എന്നറിയാൻ കഴിഞ്ഞു. പക്ഷെ ഈ വർഷം തണുപ്പൻ ശൈലിയാണ് കാരണം. സാമ്പത്തിക പ്രതിസന്ധിയുണ്ട്, അതുപോലെ തന്നെ മറ്റുള്ള എല്ലാ കാര്യങ്ങളിലും പിന്നോക്കമാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ജീവിതത്തിൽ അത് ബാധിച്ചിട്ടുണ്ട് എന്നാകണം. എങ്കിലും അൽഹംദുലില്ലാഹ് അള്ളാഹു നമ്മുടെ ഇരുത്തത്തെ കബൂലാക്കുമാറാവട്ടെ. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, പടച്ചവനോട് നമുക്കൊരു ലജ്ജ വേണം. അള്ളാഹ് എങ്ങനെ കഴിയുന്നു? അള്ളാഹ് തന്ന കണ്ണ്, ഒരു കണ്ണിന് എന്തെങ്കിലും അസ്വസ്ഥത വന്നാൽ, കേൾവിയിൽ ഒരു പ്രോബ്ലം വന്നാൽ ഉടനെ നമ്മൾ പോകുന്നു കാതിന്റെ ഡോക്ടറെ, ഡോക്ടറെ കാണിക്കാൻ. പെട്ടെന്ന് ചികിത്സയ്ക്ക് വേണ്ടി നമ്മൾ ഓടുക. ആ നന്ദിയില്ലാത്ത മനുഷ്യൻ ആ കാത് കൊണ്ടല്ലേ വേണ്ടാത്തത് കേൾക്കുന്നത്? ആ നാക്ക് കൊണ്ടല്ലേ നമ്മളിപ്പോ നമ്മുടെ മക്കൾക്ക് വയമ്പും അതിമധുരവും അതുപോലെ തന്നെ എല്ലാം അരച്ച് കലക്കി കൊടുക്കുകയാണ്. നല്ലതുപോലെ ശബ്ദം തിരിഞ്ഞു വരട്ടെ, നല്ല വാക്സാമർത്ഥ്യം വരട്ടെ എന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് കൊടുക്കുന്നു. ആ നാക്ക് കൊണ്ട് അന്ന പടച്ചവന് ഒരു സുബ്ഹാനല്ലാഹ് ചെല്ലാനുള്ള മടിയുള്ളവര് മനുഷ്യരല്ല, ഒരു സംശയമില്ലാത്ത കാര്യമാണ്. അവന് മൃഗതുല്യനാണെന്ന് പഠിപ്പിച്ചത് ഉലമാക്കളാണെങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ ചിന്തിക്കുക. അല്ലാഹു നമുക്ക് മനസ്സിലാക്കാൻ തൗഫീഖ് തരട്ടെ. അതുകൊണ്ട്